7 സ്ക്വയർഡ് സമം 49 ആയാൽ സ്ക്വയർ റൂട്ട് ഓഫ് 0.0049 അതിൻ്റെ വിലയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് നോക്കാം. 7 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7 × 7 എന്ന് എഴുതാം. അങ്ങനെ എഴുതാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇസ് ഈക്വൽ ടു 49. അത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഒന്ന് എടുത്താലോ? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെയും സ്ക്വയർ റൂട്ട് എടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് 2 7 ഉള്ളത് കൊണ്ട് ഒരു 7 നമുക്ക് പുറത്തെടുക്കാം. 7 സമം റൂട്ട് ഓഫ് 49 എന്ന് കിട്ടും. അതായത് 49ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 7 ആണ്. അത്രയും ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? 0.0049 ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? ഇവിടെ നോക്കാം. ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ട്? 1 2 3 4. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 49ൻ്റെ സ്ക്വയർ റൂട്ട് എപ്പോഴും 7 ആയിരിക്കും. ആ 7 നമുക്ക് ആദ്യം എഴുതി വെക്കാം. ഇനി ഇവിടെ നോക്കാം. ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പറുണ്ട്? പോയിന്റ് കഴിഞ്ഞ് ദശാംശ സ്ഥാനം കഴിഞ്ഞ് 1 2 3 4 നമ്പറിൽ. അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ 2 നമ്പറായിട്ട് മാറും. അതായത് 0.07 ആയിട്ട് മാറും. ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതാം. 0.07 ആണ് നമ്മുടെ ആൻസർ. അതായത് ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 4 നമ്പർ ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ ഡെസിമൽ കഴിഞ്ഞ് 2 നമ്പർ മതി. 49ൻ്റെ സ്ക്വയർ റൂട്ട് 7 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് 0.07 ആയിരിക്കും. ഇത് NMMSൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ.